കള്ളൻ വിജയൻ എന്ന പേരിലെ ലേഖനം കാരണം മാറ്റിവെച്ചിരുന്ന ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ്, അതായത് ഞായറാഴ്ച പുറത്തിറക്കേണ്ടിരുന്ന പതിപ്പ് ഇന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയിരിക്കുകയാണ് ദേശാഭിമാനി. പലവിധ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞെങ്കിലും അതിന് യഥാർത്ഥ കാരണം ഈ ഒരു ലേഖനമാണെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അല്ല, ഇതിനകത്തെ മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പിട്ട്, അതായത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിൻ്റെ സമയത്ത് അന്ന് വലിയ ആരവമായിരുന്നു. ആരവമല്ല, ജനക്കൂട്ടമായിരുന്നു. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒരു ജനസ്വാഗതം തന്നെയായിരുന്നു. മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോ ആളുകളും മനസ്സിൽ ഓർത്തുകൊണ്ട് വിങ്ങിപ്പൊട്ടി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡിയുമായിട്ട് പോകുന്ന ആ വാഹനത്തിൻ്റെ പിറകെ, അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനസാഗരമാണ് ഒത്തുകൂടിയത്. ആ സമയത്ത് ചില സഖാക്കൾ, എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ചില സഖാക്കളുണ്ട്. അതായത് ഇത് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പം, ഒന്നുമല്ല, നോക്കിക്കോ, ഇനി ഞങ്ങൾക്കും ഉണ്ട് സഖാക്കന്മാർ, അന്ന് വരാൻ പോകുന്ന ജനാവലി എന്താണ് എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന PS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ മരണം നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം മൂലമുണ്ടായിട്ടുള്ള ജീവിതാവസാന നാളുകൾ, അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബോഡിയുമായിട്ട് പോകുന്ന ഒരു യാത്ര, അതും വലിയ വിലാപം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ടുപേരെയും 2 തട്ടിലാണ് നമ്മൾ നോക്കിക്കണ്ടത്. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിപ്ലവ നായകനായിരുന്നു. ആ വിപ്ലവ നായകൻ മരണമടയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് വിളിക്കാൻ കഴിയുന്ന രീതിയിൽ വിപ്ലവകരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ആ യാത്ര കടന്നു വന്നത്. അത് അവിടെ ഞാനും പോയി പങ്കെടുത്താണ്. കാരണം ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളുകളെ അവർ വികാരഭരിതരായിട്ട് മാത്രമേ മടക്കി അയക്കുകയുള്ളൂ. അതാണ് നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. VS അച്യുതാനന്ദൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിനോട് എത്ര നീതി പുലർത്തി എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ വർഷത്തെയും അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങുകളിൽ അവിടെ ഒത്തുകൂടുന്ന ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പള്ളിയിലേക്ക്, ഇന്ന് പുതുപ്പള്ളി പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുണ്യാളനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിൻ്റെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയെ കാണാൻ വേണ്ടി, ഒരു പുണ്യാളനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് പുതുപ്പള്ളിയിലേക്ക്. അപ്പോൾ VS അച്യുതാനന്ദന് എന്താണ് പാർട്ടി പിന്നീട് നൽകിയത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. അടുത്ത ദിവസം VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അതായത് വാരാന്ത്യ പതിപ്പിൽ ദേശാഭിമാനിയുടെ, നമുക്കറിയാം, പാർട്ടി പത്രമാണ്, അടിമുടി പാർട്ടിയാണ് ദേശാഭിമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് വാർത്ത കൊടുക്കണം, ഏത് വാർത്ത കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ആർക്കെതിരെ എഴുതണം, ആർക്കെതിരെ എഴുതണ്ട എന്ന് തീരുമാനിക്കുന്നതും പാർട്ടിയാണ്. അടിമുടി ഒരു പാർട്ടി പത്രമാണ് ദേശാഭിമാനി എന്ന് പറയുന്നത്. ആ പത്രത്തിൽ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായതുകൊണ്ട് മാത്രം വാരാന്ത്യ പതിപ്പ് കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ആരാണ് കള്ളൻ വിജയൻ? അപ്പോൾ കള്ളൻ വിജയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ച് ആകെ അവർക്കൊരു വിജയനെ മാത്രമേ അറിയുള്ളൂ. അത് പിണറായി വിജയനാണ്, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു പേര് സ്വന്തം പാർട്ടി പത്രത്തിൽ ദേശാഭിമാനിയിൽ വന്നു പോയി കഴിഞ്ഞാൽ, അത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏത് കള്ളനാണ് എന്ന് ജനങ്ങൾ സംശയത്തോടെ ചോദിക്കും. അതുകൊണ്ട് ദേശാഭിമാനി ആ വാരാന്ത്യ പതിപ്പ് പിൻവലിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആരാണ് കള്ളൻ വിജയൻ? എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. പിണറായി വിജയൻ എന്തിനാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെ ഓർത്ത് എന്തിനാണ് പാർട്ടി പത്രം ഇത്രത്തോളം കള്ളം വിജയൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ ഭയപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കള്ളം വിജയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അയാൾ പോലും ഇപ്പോൾ ആലോചിച്ചാണ്, എന്നെ ഇത്രത്തോളം ജനങ്ങളൊക്കെ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പാർട്ടി ഇത്രത്തോളം ഭയപ്പെടുന്നുണ്ട്. ഇതൊരു പ്രൊഫഷണലിസമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് എത്ര പേരുകൾ പിന്നീട് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണഭൂതൻ എന്ന് പറയുന്നൊരു പേരാണ്. ആ പേര് അദ്ദേഹത്തിന് എങ്ങനെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തിരുവാതിര കളിയിൽ അദ്ദേഹം മെഗാ തിരുവാതിര കളിയിൽ ഉദ്ഘാടനത്തിന് അദ്ദേഹം പോയതാണ്. അത് നടന്ന സമയം ഏതാന്ന് കൂടി ഒന്ന് ആലോചിക്കണം. അതായത് കോവിഡ് നിയന്ത്രണം മൂലം പുറത്തിറങ്ങാൻ കഴിയാതെ ജനങ്ങൾ ഇരുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രം പ്രത്യേക ഇളവ് നടത്തി ഒരു വലിയൊരു മെഗാ തിരുവാതിര പാർട്ടി സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് വന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരന്ന്
എഴുതിയ പേരായിരുന്നു കാരണഭൂതൻ. ആ കാരണഭൂതൻ എന്ന് പറയുന്ന പേര് പിന്നീട് പിണറായി വിജയനെ ഏറ്റെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ പിണറായി വിജയനെ ചാർത്തി കൊടുക്കുകയായിരുന്നു എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഒരാൾ. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിനെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ കളിയാക്കാറുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ മറ്റേ ഒരു മൊട്ടത്തലയുള്ള ബിംബം ഉണ്ടല്ലോ, മാൻഡ്രേക്ക്, ആ ചിഹ്നമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ കളിയാക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഒക്കെ കുഴപ്പമില്ലാത്തൊരു പേരാണ്. പക്ഷെ ആ കപ്പല് മുക്കിയ കപ്പിത്താൻ ഇതെല്ലാം മറ്റുള്ള ആളുകൾ ഇട്ടുകൊടുത്തതാണ്. ഇപ്പോ എങ്ങനെയാണ് ക്യാപ്റ്റൻ എന്നുള്ള പേര് വരുന്നത്? മുൻ ആരോഗ്യമന്ത്രി ആയിരുന്ന വീണ ജോർജ് ഈ കപ്പൽ ആടിയുലയില്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ, ഈ കപ്പലിനൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ, ക്യാപ്റ്റനാണ് സാർ നയിക്കുന്നത് എന്ന് നിയമസഭയിൽ പറയുകയും പിന്നീട് ആ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കപ്പിത്താൻ എന്ന് പറയുന്ന പേരുകൾ അദ്ദേഹത്തിന് ചാർത്തപ്പെടുകയുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുകൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന നമ്മുടെ ആദരണീയനായിട്ടുള്ള പിണറായി വിജയൻ സഖാവിന് വന്നു ചേർന്നതാണ്. അത് ഒരിക്കലും അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നതാണ്, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പേരുകളൊന്നുമല്ല. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിനെ ഒരുപാട് ആളുകൾ കളിയാക്കുമ്പോഴും ഈ കളിയാക്കലുകളെല്ലാം മറ്റുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്നതാണ്. ഇപ്പോൾ ദേശാഭിമാനി ചെയ്തു കൂട്ടിയതിൻ്റെ പേരിൽ കള്ളൻ വിജയൻ എന്ന് നാളെ ആളുകൾ പിണറായി വിജയനെ പറയുകയാണെങ്കിൽ അത് ഈ വിവാദം ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ആരും അറിയാതെ പോയ ഒരു വിഷയമാണ്. കാരണം ദേശാഭിമാനി പുറത്തുള്ള ആളുകൾ അങ്ങനെയൊന്നും വായിക്കാറില്ല. പിന്നെയും വായിക്കുകയാണെങ്കിൽ പാർട്ടി സഖാക്കന്മാരാണ് കൂടുതലും വായിക്കുന്നത്. പാർട്ടി വാരാന്ത്യപ്പതിപ്പായിട്ട് പോകുന്നതാണ്. അപ്പോൾ പലരും ഈ പത്രം വായിക്കാറില്ല. പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് പത്രം വരുത്തുന്നത്. അത്രയ്ക്ക് വലിയ സഖാക്കന്മാർ മാത്രമേ, മിക്കവാറും പാർട്ടി സഖാക്കന്മാരുടെ വീടുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 പത്രങ്ങൾ ഉണ്ടാവും. ഒന്ന് ദേശാഭിമാനിയും ഉണ്ടാവും, ഒന്ന് മനോരമ ഉണ്ടാവും. അപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാണോ എന്നൊന്നും എനിക്കറിയില്ല. അതെ, ആദ്യം ദേശാഭിമാനി വായിച്ച് അതിന്റെ കറക്റ്റ് നിജസ്ഥിതി അറിയാൻ മറ്റൊരു പത്രം വായിക്കുക എന്നുള്ളതാണ് പൊതുവെ ഉള്ള നാട്ടുനടപ്പ്. എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ അറിയില്ല. എന്താണെങ്കിലും 2 പത്രങ്ങളാണ് മിക്കവാറും സഖാക്കന്മാരുടെ വീടുകളിലെല്ലാം വാങ്ങിക്കുന്നത്. അപ്പോൾ ദേശാഭിമാനി പാർട്ടി പത്രമായതുകൊണ്ട് പാർട്ടിക്കാരനാണെന്ന് അറിയാലോ പുറത്തല്ല. അപ്പോൾ പാർട്ടിക്ക് ലഭ്യ കൊടുക്കണം, അതേപോലെ പിരിവുകളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ദേശാഭിമാനി പത്രം വാങ്ങിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും കള്ളൻ വിജയൻ കാരണം പിണറായി വിജയൻ മറ്റൊരു പേര് കൂടെ ആളുകൾ ചാർത്തി കൊടുക്കുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ലേഖനത്തിൻ്റെ പേരിൽ ആ വാരാന്ത്യ പതിപ്പിൽ വരാനിരുന്ന നമ്മുടെ VS അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ പോയത് അതെന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആദ്യം തന്നെ ഉണ്ടായത്. ആ വിമർശനത്തിനൊടുവിൽ അവസാനം ഇതിൻ്റെ എല്ലാം കാരണഭൂതമായത് കള്ളൻ വിജയനാണ് എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായ എം സ്വരാജ് തന്നെ പറയുന്നു, ഈ ഒരു കള്ളൻ വിജയനല്ല VS മുങ്ങിപ്പോകാൻ കാരണമെന്ന് നേരിട്ട് വന്ന് പറയുന്നു. സാങ്കേതിക പിഴവാണ്, തികച്ചും സാങ്കേതിക പിഴവ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു ഇന്ന് കറണ്ട് കട്ട് ഉണ്ടാവില്ല എന്ന് സർക്കാർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, ഈ പവർ കട്ട് വന്നുകൊണ്ട് മാത്രമാണ് ഈ സാങ്കേതിക തടസ്സം അല്ലെങ്കിൽ പിഴവ് വന്നത് എന്ന് ആ ഒരു സ്വരാജ് ഇതിന് ന്യായീകരിച്ചില്ല. പക്ഷേ എൻ്റെ സംശയം അതല്ല, ഈ ഒരു പത്രം അടിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഉടനെ, അല്ലെങ്കിൽ ഈ ഒരു സാധാരണ പ്രസ്സുകളിൽ ഈ ഒരു വാരാന്ത്യ പതിപ്പും അല്ലെങ്കിൽ പത്രവും ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് ഈ അച്ചടിക്കുന്നത്. എന്തുകൊണ്ട് ഈ പത്രം അച്ചടിച്ചതിന് ശേഷമാണോ ഈ ഒരു വാരാന്ത്യ പതിപ്പ് അടിക്കുന്നതിന് തൊട്ട് മുമ്പാണോ ഈ ഒരു സാങ്കേതിക പിഴവ് വന്നത് എന്നുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുകയാണ്. ദേശാഭിമാനിക്ക് കള്ളൻ വിജയനെ പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി ആ പത്രത്തിലെ ആ വാർത്ത മുക്കിയതും ആ വാരാന്ത്യ പതിപ്പ് മുങ്ങിപ്പോയതും.